പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ദൈവം തെരഞ്ഞെടുത്ത ഒരു വലിയ ദൈവ ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ്. ഇത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. നമ്മുടെ ആരുടെയും ശുശ്രൂഷയല്ല, ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായുടെ എല്ലാ ദേശങ്ങളിലും ഇതാ ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ ദൈവജനമേ, നമുക്കെല്ലാവർക്കും ഈ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരാണ് ശക്തി? പരിശുദ്ധാത്മാവാകുന്ന ശക്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവേ, ഈ ശക്തി ഈ സംസാര ശുശ്രൂഷയിൽ എന്നിൽ നിറയട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ ദൈവശക്തി ഞങ്ങളുടെ എല്ലാവരുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിന്റെ മഹത്വം. ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആമേൻ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ കൈകൾ ഉയർത്തേ. പന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽകാം. പന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ, എതിർചിന്തകൾ മാറട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഒരു പുതിയ വിഷയം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കൈകൾ കൂപ്പി സന്തോഷത്തോടുകൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരുടെ ശക്തിയിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കേണ്ട ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ചാണ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും. അത് പരിശുദ്ധാത്മാവാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിച്ചാലുള്ള മെച്ചം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തെല്ലാം പൊല്ലാപ്പുകൾ, എന്തെല്ലാം വയ്യാവേലികളും, എന്തെല്ലാം നൂലാമാലകളും അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചിലർക്കൊന്നും ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, വല്ലാത്ത ഭാരം. ദേ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ഉള്ളിൽ നീ ഉറപ്പിക്കേണ്ട ഏറ്റവും വലിയ ശക്തമായ ബോധ്യം, പരിശുദ്ധാത്മാവ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ അടുത്ത് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. പറഞ്ഞു കൊടുക്കണം. അടുത്തുള്ളവരോടൊക്കെ പറയണം. മക്കളെയൊക്കെ വിളിക്കണം. എന്നിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറയണം. ജീവിത പങ്കാളിനെ വിളിക്കണം. എന്നിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് ഈ വിഷയം നമ്മളെ പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആള്. പരിശുദ്ധ അമ്മ അല്ലേ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം
അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരുന്നു മറിയം എന്ന് പറയുന്ന സാധാരണക്കാരിയായ ആ സ്ത്രീയുടെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, സൂപ്പർ ഹ്യൂമൻ ബീയിങ് ഒന്നുമല്ല, വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ്. ഈ വാർത്ത കേട്ടു, ഗർഭവതിയാകാൻ പോകുന്നു, കുഞ്ഞിൻ്റെ അമ്മയാകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറിയത്തിൻ്റെ അവസ്ഥ? ലൂക്കാസ് വിശേഷത്തിൽ വായിക്കുമ്പോൾ 3-4 പ്രത്യേകതകൾ പറയും. അതിലൊന്ന് അസ്വസ്ഥയായിരുന്നു, മറ്റൊന്ന് ഭയപ്പെട്ടിരുന്നു, മറ്റൊന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭയപ്പെട്ടിരുന്ന, അസ്വസ്ഥയായിരുന്ന, ചോദ്യങ്ങൾ ചോദിച്ച് ഭാരപ്പെട്ടിരുന്ന മറിയത്തിൻ്റെ മേൽ ലൂക്കാസ് വിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നുള്ള വചനം സ്വീകരിച്ചതിന് ശേഷം സാധാരണക്കാരിയായിരുന്ന മറിയം അസാധാരണമായ കാര്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും അനുഭവിക്കുന്നതിനും ശക്തയായിത്തീരുന്നു. ഷീ ബിക്കെയിം ആൻ എക്സ്ട്രാ പവർഫുൾ വുമൻ. നിനക്കും ഒരു അസാധാരണ ശക്തിയുള്ള വ്യക്തിയാവണോ? പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചാൽ മതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പിന്നീട് നമ്മൾ എങ്ങും പരിശുദ്ധ അമ്മ സംശയിച്ച് നിന്നതായിട്ട് കണ്ടിട്ടില്ല, ഭാരപ്പെട്ട് നിന്നിട്ടില്ല, ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നില്ല, മറിച്ച് ആനന്ദിച്ച് ജീവിച്ച പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമുക്കും ഈ ശുശ്രൂഷ സമയത്ത് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഖറിയയുടെ പ്രവചനം 4-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്പൊ പാടി പ്രാർത്ഥിച്ചതാണ്. സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, ദൈവമേ നിന്റെ ആത്മശക്തിയാലാണ് ഞാൻ ആശ്രയിക്കുന്നത്. സൈന്യത്തിലല്ല, കരബലത്തിലല്ല, മറിച്ച് ദൈവമേ നിന്റെ ആത്മാവിൽ. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഈ വലിയ ശക്തിയെക്കുറിച്ച് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസർക്ക് എഴുതിയ 1-ാം അധ്യായം 11-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1:11 വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: സന്തോഷത്തോടെ എല്ലാം സ്വീകരിക്കുന്നതിനും എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രവേശത്തിന് അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. കണ്ടോ, ബലം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവാകുന്ന ശക്തി ബലം പ്രാപിക്കട്ടെ എന്ന്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞ കാര്യം എന്താ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നൊരു ചിന്ത, ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നൊരു ചിന്തയുണ്ടാവും. അങ്ങനെയല്ല. പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, പക്ഷേ അതിനെ നിനക്ക് നേരിടാൻ പറ്റും, അതിനുള്ള ബലമുണ്ടാവും, ശക്തി ഉണ്ടാവും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 4-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4:1, 4-ാം അധ്യായം 1-ാം വചനത്തിൽ ഇങ്ങനെയാണ്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. നമുക്കറിയാം ജോർദാനിൽ എന്താ സംഭവിച്ചത്? ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, മാമോദിസ. ഇതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അടുത്ത വചനം, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആരാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്? പരിശുദ്ധാത്മാവ്. ഈ മരുഭൂമിയിൽ എന്തായിരുന്നു? മരുഭൂമിയിൽ എന്തായിരുന്നു? ഇതാ ചുട്ടുപഴുത്ത കാറ്റടിക്കുന്ന വിജനമായ അന്തരീക്ഷം, ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ ഞെരുക്കത്തിൻ്റെ സ്ഥലം മരുഭൂമി. ആ മരുഭൂമിയിലേക്ക് യേശുവിനെ കൊണ്ടുപോയത് ആരാ? പരിശുദ്ധാത്മാവാണെന്ന്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നത്തെ നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ, നീ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലേക്കും നിന്നെ നയിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ വിഷയത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിനക്കൊരു ഉത്തരം കൂടെ നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ
അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്കും മാത്രമല്ലെന്ന്, ഞെരുക്കത്തിലേക്ക്, രോഗങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ വല്ലാതെ കണ്ണുനീരനുഭവത്തിലേക്കും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അതൊരു ട്രെയിനിങ് ആണ്. ചില പ്രായോഗിക പരിശീലനം നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അപ്രകാരമുള്ള ചില ജീവിത അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. പത്രോസ്ലീഹ ഈശോയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഈശോ പറഞ്ഞു നമുക്ക് ജെറുസലേമിലേക്ക് പോകണം, ദേ സഹനവും മരണവും ഒക്കെ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പത്രോസ്ലീഹ ഈശോയുടെ അടുക്കൽ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഈശോയെ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അവിടെ സഹനവും മരണമല്ല, പോകണ്ട. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ഈശോ തിരിഞ്ഞ് അവനെ ശാസിച്ചു. ശാസിക്കുക എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നത് ആരെക്കുറിച്ചാണ്? സാത്താനെയാണ് ശാസിക്കുന്നത്. അപ്പം ഈശോ ശാസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? സഹനത്തിനെതിരെ നിൽക്കുന്ന പത്രോസിനെ ഈശോ ശാസിച്ചെങ്കിൽ അവനിലെ തിന്മയുടെ ദുരാത്മാവിനെയാണ് ഈശോ ശാസിച്ചത്. സഹനത്തിന് എതിര് നിൽക്കുന്നവരെല്ലാം തിന്മയാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഇത് പത്രോസിന് അപ്പോൾ മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം പത്രോസ്ലീഹായ്ക്ക് ഇത് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ആ പത്രോസിൻ്റെ ലേഖനം ഒന്നെടുത്ത്, നല്ല സുന്ദരമായൊരു ദൈവവചനം, പത്രോസ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. 1 Peter chapter 5 verse 10. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തമാക്കുകയും ചെയ്യും. കണ്ടോ, ഇപ്പോൾ ഉള്ള നിന്റെ സഹനത്തിന് ശേഷം 3 കാര്യങ്ങളാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്. ഇതാ, പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും ചെയ്യും. അപ്പം ഇപ്പോഴത്തെ സഹനം എന്തിനാ? ഇപ്പം നീ കടന്നു പോകുന്ന അവസ്ഥ എന്തിനാ? പരിശുദ്ധാത്മാവ് നിന്നെ പൂർണ്ണനാക്കും, ശക്തനാക്കും, ഇതാ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് 4-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ അല്പം കൂടെ വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്ന വായിച്ചിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ദേ വായിച്ചേ, 1 Peter chapter 4 verse 12 and 13. 1 പത്രോസ് 4-ാം അധ്യായം 12-13 തിരുവചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിഷമിക്കരുതെന്ന്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. സാധിക്കുമോ? പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ അത് സാധിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിനെ നേരിടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാലും സാധിക്കും. പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതിന് മുമ്പ് ഇത് മനസ്സിലായില്ല. യേശുവിൻ്റെ മുമ്പിൽ വട്ടം നിന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിയതിന് ശേഷം ഈ കാര്യങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് കിട്ടി. എങ്ങനെയാണ് പത്രോസ്ലീഹ മരിച്ചത്? തല കീഴായി കിടന്നാ മരിച്ചത്. എന്ന് പറഞ്ഞാൽ അത്ര എളിമപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ ആത്മാവിൽ ശക്തമായ കൃപ സ്വീകരിച്ച് സഹനത്തെ സ്വീകരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു നേഴ്സ് ഡൽഹിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിന് വരും. ജീവിത പങ്കാളിയും കൊണ്ടാണ് വരുന്നത്. ഈ ജീവിത പങ്കാളിക്കൊരു പ്രത്യേകതയുണ്ട്, മദ്യപാനിയാണ്. പല പല ആശുപത്രികൾ ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞതാണ്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷേ നേഴ്സായ ഈ ഭാര്യ ഈ ഭർത്താവിനെയും കൊണ്ട് എല്ലാ ഇടങ്ങളിലും, അതായത് ബന്ധുജനങ്ങളുടെ വീട്ടിലും അതോടൊപ്പം തന്നെ കല്യാണങ്ങൾക്കും ധ്യാനത്തിനും കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ധ്യാന കേന്ദ്രത്തിൽ പലതവണ ധ്യാനിച്ചിട്ടുണ്ട്. ഒട്ടുമുക്കാലും തവണ ഈ മനുഷ്യന് ക്ലാസ്സിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ മദ്യത്തിൻ്റെ അളവ് അങ്ങോട്ട് കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വല്ലാതൊരു പരിതാപകരമാണ്. ഒരിക്കൽ ധ്യാനം കഴിഞ്ഞ ദിവസം
ഈ സഹോദരി സാക്ഷ്യം പറയാൻ വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ചിന്തിക്കുക, ഈ സഹോദരി എന്ത് സാക്ഷിയാണ് പറയാൻ പോണേ? കാരണം എന്താണ്? ഭർത്താവ് മദ്യപാനിയാണ്. പലതവണ ധ്യാനം കൂടിയിട്ട് ഇയാൾ മദ്യപാനത്തിൻ്റെ ശീലം മാറിയിട്ടില്ല. ഇയാൾ ഇങ്ങനെ ജീവിക്കുന്ന, ഇനി എന്ത് സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്? ആ സഹോദരി മൈക്കെടുത്തിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഈ ഭർത്താവിനെയും കൊണ്ട് നടക്കുന്നത്? ഇയാളെ ഇട്ടിട്ട് പോയിക്കൂടെ, നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിച്ചുകൂടെ എന്നൊക്കെ എന്നോട് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. എന്നാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കയ്യിൽ തന്ന കർത്താവാണ് എന്ന് മാത്രമല്ല, ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് പോകുമ്പോൾ മോശയ്ക്ക് മുമ്പിൽ മുൾപടർപ്പിൽ ഇതാ ദൈവമഹത്വം വെളിപ്പെട്ടതുപോലെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അതെന്താണത്? അതായത് പുറമേ നോക്കുമ്പോൾ തീ കത്തുന്നത് പോലെ തോന്നും, എന്നാൽ സത്യത്തിൽ അകത്ത് കത്തുന്നില്ല. മറ്റൊരു വാക്കിൽ ഈ സ്ത്രീ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയ കഷ്ടതയിലും ദുഃഖത്തിലുമൊക്കെയാണെന്ന്. ശരിയാ, കഷ്ടതയും ദുഃഖമൊക്കെ ഉണ്ട്, അത് പുറത്ത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ വലിയ ശാന്തതയാണ്. കാരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ തന്ന അതേ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി നൽകുന്നു. ഈ ദുരിതങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തുന്നു. എൻ്റെ പ്രിയരെ, ഈ ശക്തിയാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവാകുന്ന ശക്തി. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പരിശുദ്ധാത്മാവിന് വട്ടം പിടിച്ചോളൂ, ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാൻ പറ്റും. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തിക്കെ, കരങ്ങൾ കൂപ്പി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടതും ഈ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. എൻ്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, പാടാം. ആരാധന അങ്ങയ്ക്ക്, ആരാധന കർത്താവേ, ആരാധന അങ്ങയ്ക്ക്, പഠിക്കേ ആരാധന, ആരാധന അങ്ങയ്ക്ക്, ചേർന്ന് ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങയ്ക്ക്. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധന ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ഈ നിമിഷ വ്യക്തികളിലോട്ട് കടന്നു ചെന്ന് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകട്ടെ. എല്ലാ ദൈവജനത്തിന്റെ മേലും പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി ഈശോയുടെ നേരെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇതാ വചനം പഠിപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും
നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ജെറുസലേം എന്ന് പറയുന്ന നിന്റെ വീട്ടിൽ നിനക്ക് സാക്ഷിയാകുന്നതിന് എന്താണ് തടസ്സം? യൂദയ എന്ന് പറയുന്ന നിന്റെ ദേശത്ത്, നിന്റെ ഇടവകയിൽ, നീ ജീവിക്കുന്ന സ്ഥലത്ത് സാക്ഷിയാവുന്നതിൽ എന്താണ് തടസ്സം? സമരിയ എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത ദൈവജനത്തിൻ്റെ മേൽ ദൈവസ്നേഹം കൊടുക്കാൻ എന്താണ് നീ ഇന്ന് അനുഭവിക്കുന്ന തടസ്സം? പ്രിയപ്പെട്ട സഹോദര, ഒരുപക്ഷെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലായ്മയല്ലേ എങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നിന്റെ വരൾച്ചയുടെ മേൽ, നിന്റെ ജീവിതത്തിലെ തളർച്ചയുടെ മേൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ ആയിരിക്കുന്ന നിന്റെ വീടിനെ മനസ്സിൽ ഓർക്കാവും. നിന്റെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിലൊന്ന് കാണണം. ആ വീടിന് ചുറ്റും, നിന്റെ കൃഷിയിടത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവ്, അത്ഭുതകരമായ ഒരു ദൈവശക്തി ഈ സമയത്ത് വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിനെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ മുറികളിലും, നിങ്ങൾ പഠിക്കുന്ന സ്ഥലം, നിങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം, നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലം, നിങ്ങളുടെ അടുക്കള, നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറികളും മനസ്സിൽ കാണണം. ഇതാ ഏതെങ്കിലും തിന്മയുടെ നാരക ശക്തികൾ നിങ്ങളുടെ വീട്ടിലോ കൃഷിസ്ഥലത്തോ വീടിന് ചുറ്റുമോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് യേശുവിൻ്റെ അത്ഭുത ശക്തി ആ മേഖലകളിലോട്ട് കടന്നു വന്ന് വലിയ ഒരു ദൈവിക ഇടപെടൽ വിശ്വസിച്ചോണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ കൊടുങ്കാറ്റ് കടന്നു വരുന്നിടത്ത് എല്ലാ തിന്മയുടെ നാരക ശക്തികളും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഈ സമയം നീ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ബന്ധങ്ങളുടെ മേലും എൻ്റെ യാത്രകളുടെ മേലും ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ പരിശുദ്ധാത്മ ശക്തി ഉണ്ടായിരിക്കട്ടെ. പാപത്തെയും ശാപത്തെയും രോഗപീഠകളെയും നിർവീര്യമാക്കുന്ന ദൈവശക്തി എപ്പോഴും എൻ്റെ മേൽ ചലിക്കട്ടെ. എൻ്റെ ചിന്തകളുടെ മേൽ, വിചാരങ്ങളുടെ മേൽ, ആലോചനകളുടെ മേൽ, ബന്ധങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കട്ടെ. കൈകൾ ഉയർത്തി എല്ലാവരും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ ശക്തി ഈ സമയത്ത് തന്നെ നിന്റെ മേൽ വെളിപ്പെടട്ടെ, നിന്റെ മേൽ വെളിപ്പെടട്ടെ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കുന്നു. ഈ സമയം തന്നെ കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം സംഭവിക്കട്ടെ. വിശ്വസിച്ച് കൈയടിക്കാം. കൈകളടിച്ച് സന്തോഷത്തോടെ ചേർന്ന് പാടി അഭിഷേകം പ്രാപിക്കട്ടെ. ആമേൻ. എല്ലാവരും നന്നായിട്ട് കൈയടിച്ചേ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. 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 മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളുടെ മേൽ മാറാ രോഗപീഠകളുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. ഓ അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ
കുടുംബങ്ങളുടെ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 വലിയ സൗഖ്യം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാൻ, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ്. കൈകൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സന്തോഷം. ആ വിശ്വാസത്തിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ സകല തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ഏറ്റെടുത്ത് ഈ ആശീർവാദം സ്വീകരിച്ചുകൊള്ളൂ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ, നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ, നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്.